ഇത് സെന്റ് ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുടയുടെ കോളേജ് ബസ് തന്നെയല്ലേ? ഞങ്ങൾ ഷാലോം ടിവിന്നാണ്. ഷാലോം ടിവിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ക്യാമ്പസ് വിഷൻ. കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇന്ന് ക്യാമ്പസ് വിഷൻ നിങ്ങളുടെ കോളേജിലോട്ടാ. അപ്പൊ ഈ വഴിക്ക് പോയാൽ നിങ്ങളുടെ വണ്ടിയെ കയറാലോന്ന് ഓർത്ത് ഞങ്ങൾ വന്നതാ. അപ്പൊ അവിടെ നല്ല ചൂടുള്ള ചർച്ചകളും തുറന്ന സംവാദങ്ങളും ഒക്കെ നടക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് പോപ്പുലേഷനെ കുറിച്ചാണ്. പോപ്പുലേഷൻ ക്രൈസിസ് ആണോ നല്ലതാണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ടോ? ഇപ്പൊ പറയണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. ആലോചിച്ച് നമ്മളെല്ലാരും കോളേജിലായിരിക്കും നമ്മുടെ സെഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ റെഡിയല്ലേ? Canvas so new for the youths that strengths their hopes and their view. A program to capture what their hearts hold inside. Three thoughts and their futures with nothing to hide. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 9 വാക്യം. തുറന്ന സംവാദങ്ങളും ഉറച്ച നിലപാടുകളും നൂതന ആശയങ്ങളുമായി ക്യാമ്പസ് വിഷൻ ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഏവരെയും ഹൃദയപൂർവ്വം ക്യാമ്പസ് വിഷന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ച ലീഡ് ചെയ്യാനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഏറ്റവും സ്നേഹം നിറഞ്ഞ ബ്രിസ്റ്റോ മാത്യു സാറാണ്. സാറിനെ ഏറെ സ്നേഹപൂർവ്വം ക്യാമ്പസ് വിഷൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ്. പോപ്പുലേഷൻ, ജനസംഖ്യ എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വേർഡിനെ കുറിച്ച്? നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷെ ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടിരിക്കുന്നത് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, പോപ്പുലേഷൻ കൂടിയ പ്രശ്നമാണ്, അങ്ങനെയൊക്കെയാണ് അല്ലേ? പക്ഷെ ക്യാമ്പസ് വിഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒരു സത്യമോ അഥവാ മിഥ്യയോ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് ജനപ്പെരുപ്പം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. സർ, ചെറുപ്പം തൊട്ടേ ഈ പോപ്പുലേഷൻ എന്നുള്ള വാക്കിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു വേർഡാണ് നമ്മൾ എപ്പോഴും കേൾക്കാറ്. പോപ്പുലേഷൻ വർദ്ധിക്കുന്നു, ജനസംഖ്യാ വർധനവ് ഭാരതത്തിന് വെല്ലുവിളി, ചൈന അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലപാടുകൾ എടുത്തു തുടങ്ങി. ഒരു പ്രശ്നമായിട്ടാണ് പോപ്പുലേഷൻ നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടേക്കുന്നത്. പക്ഷെ ഇന്നത്തെ ലോകത്ത് ഇത് നേരെ റിവേഴ്സ് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് ഈ സെഷനെ കുറിച്ച് ചിന്തിക്കാം. അതിനു മുൻപ് ജോസഫൈറ്റ്സിനോട് ഞാൻ ചോദിക്കട്ടെ, പോപ്പുലേഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ്? ആരാ ആദ്യം പറയുന്നത്? എൻ്റെ പേര് റേച്ചൽ റോസ്. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോപ്പുലേഷൻ കൂടി വരികയാണ്. പക്ഷേ ഇത്രയും പോപ്പുലേഷൻ ഉള്ള അവർക്ക് കൊടുക്കാനായിട്ടുള്ള റിസോഴ്സസ് നമുക്കുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടല്ല. റിസോഴ്സസ് വളരെ കുറവാണ്. ഇത്രയധികം ആൾക്കാർക്കുള്ള റിസോഴ്സസ് ഒന്നും നമ്മുടെ കയ്യിലില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേര് അലക്സി ഹെൽഡ. ഞാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. പോപ്പുലേഷൻ കൂടുതലാണ്. റേച്ചൽ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പോപ്പുലേഷൻ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനനെയും വെട്ടിച്ചു നമ്മൾ ഇന്ത്യക്കാരെന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അറിഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ മൈഗ്രേഷനൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അബ്രോഡ് പോയിട്ടാണ് നമ്മുടെ യൂത്തുകൾ ഇപ്പോൾ പഠിക്കണതും അത് കഴിഞ്ഞ് അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് ഇപ്പോൾ അവർ ട്രൈ ചെയ്യുന്നതും. അപ്പോൾ ഒന്നും കൂടിയും അങ്ങനെ വരുമ്പോൾ അടുത്തൊരു ഡെക്കേഡ് വരുമ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നവും അതിനകത്തുണ്ട്. അതും വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റേച്ചൽ പറഞ്ഞത് ശരിയാണ്. എന്നാൽ മോളുടെ പേരെന്തായിരുന്നു? അലക്സി ഹെൽഡ. അലക്സി പറഞ്ഞതും എല്ലാം വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം, കുറച്ചുകൂടെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേട്ട് നോക്കാം. പിന്നെ ആരാണ്? എൻ്റെ പേര് സ്നേഹ. ഞാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്നു. ഇവർ പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. പോപ്പുലേഷൻ കൂടുതലാണ്, റിസോഴ്സസ് കുറവാണ്. എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അതോടൊപ്പം ഓക്കെ, റിസോഴ്സസ് കുറവാണ് എന്ന് പറയുന്നുണ്ട്. റിസോഴ്സസ് ഉണ്ടായിട്ടും അത് ഈക്വലൈസ് ചെയ്ത് അത് കൊടുക്കാത്തതാണോ എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതോടൊപ്പം റിസോഴ്സ് കൂടാനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് ഈക്വലൈസ് ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ എത്തുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്, ഒരു അഭിപ്രായം എനിക്ക് വന്നു. എൻ്റെ പേര് ആൽസിൻ റോസ്. ഞാൻ BSc കെമിസ്ട്രി സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്. ഇവർ പറഞ്ഞത് പോപ്പുലേഷൻ കൂടുന്ന കാര്യത്തെക്കുറിച്ചാണ്. പക്ഷെ നിലവിൽ പോപ്പുലേഷൻ കുറയുന്നൊരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. കാരണം എബോർഷൻ, അതുപോലെ തന്നെ
ഇപ്പോൾ പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ അങ്ങോട്ട് തയ്യാറായി വരാത്തത്, ഇപ്പോൾ ചൈനയിലും നോർത്ത് കൊറിയയിലൊക്കെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ അധികം ആഗ്രഹിക്കുന്നില്ല എന്ന ന്യൂസ് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു പോപ്പുലേഷൻ ഇപ്പോൾ നിലവിൽ കുറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഓക്കെ, ബ്രിസ്റ്റോ സാർ, പോപ്പുലേഷൻ കൂടുന്നു എന്നും പറയുന്നുണ്ട്, പോപ്പുലേഷൻ കുറയുന്നു എന്നും പറയുന്നുണ്ട്. എന്താണ് വാസ്തവം? ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഈ എക്കണോമിക്സിൽ ഉള്ളൊരു സംഭവമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ അന്നത്തെ ഒരു സർവേയും സ്റ്റാറ്റിസ്റ്റിക്സും പറഞ്ഞിരുന്നത് ഇതിങ്ങനെ ജനപ്പെരുപ്പം ജനങ്ങൾ വർദ്ധിച്ചു വരികയാണെങ്കിൽ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്നതാണ്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് 43 വയസ്സായി. ഇവിടെ ആൾക്കാർ കൂടിയിട്ടിങ്ങനെ ഒരുപാട് പേര് ജനപ്പെരുപ്പം കൂടിയതിൻ്റെ പുറത്ത് ആൾക്കാർ മരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പല തത്വങ്ങളും കാലഹരണപ്പെട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാറിപ്പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ സയൻസും സത്യവും ചരിത്രവുമെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടത് അതാത് കാലഘട്ടത്തിൻ്റെ ഒരു നിരീക്ഷണ മനോഭാവത്തോട് കൂടിയിട്ടാണ്. സിമ്പിളായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. ഇവിടെ ആൾക്കാർ ജനിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ജനന നിരക്ക് കൂടുമ്പോഴാണ് ജനപ്പെരുപ്പം ഉണ്ടാകുന്നത്. ഈ ജനിക്കുന്ന ആൾക്കാരൊക്കെ മരിക്കും. ഈ ജനിക്കുന്നവരൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കില്ല. മരണനിരക്കും ജനന നിരക്കും തമ്മിൽ കമ്പയർ ചെയ്യണം. അതൊന്ന്. 2, റിസോഴ്സസിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിലുള്ള മുഴുവൻ റിസോഴ്സസ്, എക്കണോമിക്സിലെ മറ്റൊരു തിയറിയാണ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ്. അത് മുഴുവൻ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? അത് മുഴുവൻ ഉപയോഗിക്കാനുള്ള മനുഷ്യർ ഇവിടെ ഇല്ല. ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് റിസോഴ്സസ് ഉപയോഗിക്കപ്പെടുക. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഇവിടെ നിന്നൊരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കൂത്താട്ടുകുളം, പാല, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, കൊല്ലം വഴി തിരുവനന്തപുരം വരെ നമ്മൾ വണ്ടി ഓടിച്ചു പോയാൽ ഹൈവേയുടെ ഇരു സൈഡുകളിലും ധാരാളം വീടുകൾ വെറുതെ കിടപ്പുണ്ട്. അതിനകത്ത് ആരുമില്ല, താമസിക്കാൻ ആളില്ല. അപ്പോൾ ആ റിസോഴ്സസുകളൊക്കെ എന്ത് ചെയ്യും? പലപ്പോഴും പേരൻസ് മരിച്ചു പോയി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് മക്കൾ അറിയുന്നത് മക്കളുടെ പേരിൽ എവിടെ കണ്ട് FD ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന്. ആ പണം ഉപയോഗിക്കുന്നില്ല. കാലങ്ങളായിട്ട് പൈതൃകമായിട്ട് അവർ ഉപയോഗിച്ച് വന്നിരുന്ന വസ്തുവകകൾ ഉപയോഗിക്കുന്നില്ല. അവർക്ക് മക്കളുമില്ല. അതുകൊണ്ട് ഇനി എന്തൊക്കെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ അഭിപ്രായം, അതെൻ്റെ ഉറച്ച നിലപാട് തന്നെയാണ്. ജനപ്പെരുപ്പം എന്ന് പറയുന്നൊരു സാധനം അതൊരു മിഥ്യയാണ്. ഇത് പാഠപുസ്തകങ്ങളിൽ നിങ്ങളിപ്പം പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചോ. പക്ഷെ ജീവിക്കുമ്പോൾ അതങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെ ഒരു സാധനം ഇല്ല. ഇല്ലാത്ത ഒരു സത്യത്തെ പെരുപ്പിച്ച് കാട്ടി ഒരു വലിയ പ്രശ്നമായി സൃഷ്ടിച്ചതാണ് ജനപ്പെരുപ്പം. ഇനി ഇതിന് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വേണം നമ്മൾ തെളിവുകൾ കണ്ടെത്താൻ. ഇതിങ്ങനെ ജനപ്പെരുപ്പം ഒരു പ്രശ്നമാണെന്ന് കരുതി ജനന നിരക്കിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. ആഷ്ലി 2-3 രാജ്യങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആഷ്ലി, ശരിക്കും പറഞ്ഞാൽ ജനപ്പെരുപ്പം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പം അതിൻ്റെ റിസൾട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഒരു കാലത്ത് 1970-കളിലും 80-കളിലും ഒക്കെ നമ്മൾ ഒത്തിരി പേടിച്ചു. ദൈവം, ഇന്ത്യയുടെ ജനപ്പെരുപ്പം വളരെയധികം കൂടുകയാണ്, എന്ത് ചെയ്യും? അതിനുവേണ്ടി ഗവൺമെൻറ് ആ സമയത്ത് ഒത്തിരി പോളിസീസ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇതേ സമയത്ത് റോക്കറ്റ് പോലെ ജനസംഖ്യ വർദ്ധിച്ചൊരു രാജ്യമായിരുന്നു ചൈന. അന്ന് ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് കൺട്രി ചൈനയായിരുന്നു. 2024 വരെ ചൈനയായിരുന്നു. 2000 ആണ്ടൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് 1990-കളിലും 80-കളിലും ഒക്കെ ചൈന ഒരു നിയമം കൊണ്ടുവരികയാണ്. ഇനി ഈ രാജ്യത്ത് എന്ത് മതി? ഒരൊറ്റ കുട്ടി മതി. ഒരു സിംഗിൾ ചൈൽഡ് നോം ചൈന കൊണ്ടുവന്നു. ഒരു കുഞ്ഞിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നവർക്ക് ഒന്നെങ്കിൽ ജയിൽ ശിക്ഷ, അല്ലെങ്കിൽ ഭീമമായ ഫൈൻ, അങ്ങനെ വലിയ വലിയ പണിഷ്മെന്റുകൾ നേരിടേണ്ടി വരും എന്നൊരു നിയമം പുറത്തിറക്കിയതോടെ അവിടുത്തെ ആൾക്കാരൊക്കെ എന്ത് തീരുമാനിച്ചു? ഇനി ഞങ്ങൾക്ക് ഒരു കുട്ടി മതിയെന്ന് തീരുമാനിച്ചു. ആ സമയത്തൊക്കെ വളരെ വിജയകരമായി ചൈന മുന്നോട്ട് പോയി. പക്ഷെ 2020 കഴിഞ്ഞപ്പോഴാണ് ചൈനയ്ക്ക് മനസ്സിലായത് പണി പാളി. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നത് ഈ ഒരു കുട്ടി മതിയെന്ന് സർക്കാർക്ക് തീരുമാനിക്കാം, പക്ഷെ ആ കുട്ടി ആണാണോ പെണ്ണാവണോ എന്ന് ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഈവൻ അച്ഛനും അമ്മയ്ക്കും പോലും അത് പറ്റില്ല. അപ്പോൾ ഈ സിംഗിൾ ചൈൽഡ് നോം വന്നതിൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഉണ്ടാവുന്നതിൽ ഭൂരിഭാഗവും ആൺപിള്ളേരാണ്, പെൺകുട്ടികൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഭൂരിഭാഗവും ആൺകുട്ടികൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അവർ വലുതായി കഴിയുമ്പോൾ അവർക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ വേണമല്ലോ, ഫാമിലി ഉണ്ടാവും പെൺകുട്ടികൾ വേണമല്ലോ. അപ്പോൾ അവർക്ക് കല്യാണം കഴിക്കാനുള്ളൊരു മാർഗ്ഗം ഇല്ലാണ്ടായി. അപ്പോൾ അങ്ങനെ ഫാമിലി ക്രൈസിസ് വന്നു തുടങ്ങി. ചൈനയിൽ വീണ്ടും പ്രശ്നമായി. അപ്പോൾ നിയമം ഒന്ന് അവർ കുറച്ച് മാറ്റി 3 കുട്ടികൾ വരെ ആകാം എന്നുള്ളൊരു നിയമമാക്കി. എന്നിട്ടും ചൈന ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ ഇരിക്കുകയാണ്, പോപ്പുലേഷൻ ക്രൈസിസിലേക്ക് ഇരിക്കുകയാണ്. ഇപ്പോൾ ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ ജപ്പാനെക്കുറിച്ച് നമ്മൾ ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കി നമുക്ക് കാണാം, ജപ്പാൻ ഇസ് ഏജിങ്. അതായത് ജപ്പാന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനിലുള്ളത് മുഴുവൻ പ്രായമായ ആൾക്കാരാണ്. കുഞ്ഞുങ്ങൾ അവിടെ
ഉണ്ടാവുന്നില്ല. ബർത്ത് റേറ്റ്സ് വളരെ കുറവാണ്. അപ്പോൾ അടുത്ത 30 വർഷം കഴിഞ്ഞാൽ ജപ്പാൻ എന്നുള്ളൊരു രാജ്യം ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞു കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കണ്ട. അപ്പോൾ ഒരു കാലത്ത് ജനസംഖ്യ വളരെ ഭാരമായി കരുതിയിരുന്ന രാജ്യങ്ങൾ മുഴുവൻ, യൂറോപ്യൻ രാജ്യങ്ങളടക്കം, ഇന്ന് അവർക്ക് ജനസംഖ്യ ഇല്ലാതെ അവരുടെ ഗവൺമെൻറ് ഒത്തിരി പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കല്യാണം കഴിക്കൂ, നിങ്ങൾക്ക് പിള്ളേരുണ്ടാവട്ടെ, മെറ്റേണിറ്റി ലീവ് വേണോ, 6 മാസമോ 2 കൊല്ലോ 3 കൊല്ലോ എടുത്തോ, വിത്ത് സാലറി ഞങ്ങൾ തരാം എന്നാണ് ഫ്രാൻസിൻ്റെയൊക്കെ പുതിയ നിയമം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആൾക്കാരില്ലെങ്കിൽ ജനസംഖ്യ കുറഞ്ഞാൽ എത്രത്തോളം പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ സാർ? തീർച്ചയായിട്ടും. ഇനി ആഷ്ലി പറഞ്ഞ പോലെ ജപ്പാനിലും ചൈനയിലും കൊറിയയിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ചെറിയൊരു മെച്ചമുണ്ടായ ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം അവിടെ പ്രായമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്ന MSWക്കാർക്കും നേഴ്സുമാർക്കും കെയർ ഗിവേഴ്സിനൊക്കെ അവിടെ ജോലി കിട്ടുന്നത്. കണ്ടോ, ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും വലിയ റിസോഴ്സസ് ആവുന്നത് അവിടെയാണ്. എത്ര കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാലും എത്ര റോബോട്ട് വന്നാലും ചില കാര്യങ്ങൾ മനുഷ്യൻ തന്നെ ചെയ്യണ്ടേ. റോബോട്ടിന് സ്നേഹിക്കാൻ പറ്റില്ല, മരുന്നെടുത്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ഇത് കഴിക്കൂ അമ്മ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കൊടുക്കാൻ മനുഷ്യനെ പറ്റുള്ളൂ. നേഴ്സുമാർ, ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർ, സോഷ്യൽ വർക്കേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ഡെൻറ്റിസ്റ്റുകൾ, ഇവരെല്ലാം ഇവിടെ നിന്ന് വിദേശ രാജ്യത്തേക്ക് ഇവരെല്ലാം പോകുന്നത് അവിടെ ഈ ജോലി ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ഇനി ജനപ്പെരുപ്പം എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ്. എങ്ങനെയാണത് അസറ്റാകുക? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലപാട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നോക്കി നിൽക്കും. ഇപ്പോൾ ഒരു പാലസ്തീൻ ഇസ്രായേൽ വിഷയം വന്നാൽ, ഒരു ഉക്രൈൻ വാറിൻ്റെ പ്രശ്നം വന്നാൽ, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നിലപാട് എല്ലാവരും കാതോർത്തിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നിലപാട് 140 കോടി ജനങ്ങളുടെ നിലപാടാണ്. ഈ 140 കോടി ജനങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തെ വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവരുടെ കമ്പനി പൂട്ടിപ്പോകും. ഏത് രീതിയിൽ ചിന്തിച്ചാലും ജനപ്പെരുപ്പം എന്ന് പറയുന്നത് ഒരു അസറ്റാണെന്ന് തന്നെ പറഞ്ഞ് സ്ഥാപിക്കേണ്ടി വരും. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെയെല്ലാം പറയുന്നു, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ പല ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. നിങ്ങളോടൊന്ന് ചോദിക്കാം. എന്താണ് മോളുടെ പേര്? ഫസ്റ്റ് വൺ ഋഷിയ. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാനും സാർ പറഞ്ഞതിനോട് വളരെയധികം യോജിക്കുന്നു. കാരണം ഇന്നത്തെ ഒരു തലമുറ, ഇന്നത്തെ യൂത്തിനെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യാനും ഇപ്പോഴത്തെ ടെക്നോളജീസ് ആയാലും നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ മിടുക്കര് ഇന്നത്തെ യൂത്താണ്. സോ യൂത്ത് ഒരു പോപ്പുലേഷൻ ഒറ്റയടിക്ക് ഡിക്ലൈൻ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇൻവെൻഷൻസോ റിസോഴ്സസ് യൂസ് ചെയ്യാൻ ആൾക്കാരും ഒന്നും ഉണ്ടാവില്ല. സോ അത് ടോട്ടൽ ഒരു ഫെയിലിയർ ആയിട്ട് മാറും. അപ്പോൾ ആ ഫെയിലിയർ നമ്മുടെ രാജ്യത്ത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? സ്നേഹം എവിടെ? യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്കുള്ള യൂത്തിന് കുറച്ചും കൂടി യൂത്തിന് അവയർനെസ് ക്ലാസ്സും പിന്നെ ഇതൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സൊക്കെ കൊടുക്കാം. അതിനു മുമ്പ് യൂത്ത് ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഫാമിലീസിനെ പ്രൊമോട്ട് ഫാമിലീസിനെ യൂത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണല്ലോ. കുട്ടികളുണ്ടായി വലുതായി വരുമ്പോഴാണല്ലോ യൂത്ത്. കുട്ടികൾ ഉണ്ടാവണം അല്ലേ? ഋഷി പറഞ്ഞതുപോലെ, സ്നേഹ പറഞ്ഞതുപോലെ, നേരത്തെ വിവാഹം കഴിച്ച് ധാരാളം മക്കളുണ്ടായി കഴിഞ്ഞാൽ കുടുംബത്തിനും നാടിനും രാജ്യത്തിനും നല്ലതാണ് എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? എൻ്റെ പേര് മരിയ. ഞാൻ 3rd ഇയർ കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആണ്. ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര അധികം സന്തോഷിച്ചു. കാരണം ഞാനൊരു 5 മക്കളുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുവാണ്. ഞാൻ 2ാമത്തെ ആളാണ്. അപ്പം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ നേരിട്ടിട്ടുണ്ട്. 5 മക്കളോ? ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറഞ്ഞ എസ്സേ ടോപ്പിക് എന്ന് വെച്ചാൽ ജനസംഖ്യ വർധന എന്നുള്ള ടോപ്പിക് എന്നെ കണ്ടിട്ട് തന്നത്. പക്ഷെ ഞാൻ അതിനെ ഒപ്പോസ് ചെയ്ത് എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തേക്കാൾ കൂടുതൽ പഴയ കാലഘട്ടത്തിൽ ഓരോ ഫാമിലീസിലും 5, 6, 8, 9 മക്കളൊക്കെ ഉണ്ടായ ഫാമിലീസിൽ ഇപ്പോൾ 1, 2 മക്കൾ മാത്രമേ ഉള്ളൂ. അതിലൊരാൾ ഒരു വല്ല അപകടപ്പെട്ട് മരിച്ചു പോകുന്നു, ഒരാൾ വല്ല സൂയിസൈഡ്, അല്ലെങ്കിൽ അപ്പം മക്കളുടെ റേറ്റ് ഭയങ്കര കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫാമിലീസിനെ പ്രൊമോട്ട് ചെയ്യണം, അതിൽ കൂടുതൽ മക്കൾ ഉണ്ടാവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനും ഷെയറിങ്, കുറേ പോസിറ്റീവ് ക്വാളിറ്റീസ് പഠിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് വി ഷുഡ് പ്രൊമോട്ട് ഫാമിലീസിനെ പ്രൊമോട്ട് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു പോയിന്റാണ് ഇപ്പം ഞാൻ വെക്കുന്നത്. താങ്ക് യു മരിയ. അത് പറയുന്നത് ChatGPT-യിൽ അടിച്ചു കൊടുത്തിട്ടല്ല, പെർപ്ലക്സിറ്റിയിൽ ചോദിച്ചിട്ടല്ല, മെറീനയോടും മഡോണയോടും വിക്കിപീഡിയയോടും ചോദിച്ചിട്ടല്ല. ഷീ ഈസ് ടോക്കിംഗ് ഫ്രം ഹർ എക്സ്പീരിയൻഷ്യൽ നോളജ്. മരിയോട് തന്നെ ഒരു കാര്യം ചോദിക്കാം. ഇവിടെ ഈ 5 മക്കളിൽ കൂടുതലുള്ള ഫാമിലീസ് ഏതെങ്കിലും ഉണ്ടോ? 6, 7, 8. മരിയാണ് ടോപ്പർ അല്ലേ? പേരൻസിനെ ഒരു അഭിനന്ദനം അറിയിക്കൂ.
താങ്ക് യു. അവർ നല്ല മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് മരിയ ഉണ്ടായത്. ഉറപ്പായിട്ടും. എത്ര പെൺകുട്ടികൾ, എത്ര ആൺകുട്ടികൾ? ഞങ്ങൾ 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. 2 പെൺകുട്ടികളും. ഞാനപ്പോൾ മരിയോട് ഒരു കാര്യം ചോദിക്കാം. ആ കാലഘട്ടത്തിൽ ഈ 5 കുട്ടികളുണ്ടായിട്ട് നിങ്ങൾക്ക് വളർന്നു വരുന്നതിനോ നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നതിനൊക്കെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ ഓരോ മക്കളുണ്ടാവുമ്പോഴും ഞങ്ങൾ അവർക്ക് കൂടി സ്നേഹം കൊടുക്കുകയാണ്. ഞങ്ങൾ 4 സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യുന്നു. ഒരു റിസോഴ്സിനോ ഇപ്പം ഇത്രയും നാള് ഞാൻ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റവും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും 5 മക്കളുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു പോരായ്മ എനിക്ക് ഉണ്ടായിട്ടില്ല. കണ്ടോ മരിയ പറയുന്നത്. എന്നിരുന്നാലും നിങ്ങളൊക്കെ പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള വനിതാ ശാക്തീകരണത്തിൻ്റെ വക്താക്കളായ യുവതികളായതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ ആദർശമൊക്കെ പറയുന്നു, ഈ നേരത്തെ കല്യാണം കഴിച്ച് 5-6 മക്കളൊക്കെ ആയിട്ട് ജീവിച്ച് ഈ കഷ്ടപ്പാടൊക്കെ എന്നും സ്ത്രീകൾക്ക് തന്നെയാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടോ നിങ്ങൾക്ക്? എൻ്റെ പേര് സാനിയ ആൻ്റണി. ഞാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരികയാണ്. പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ പല ഫാമിലീസും 2 കുട്ടികൾ 3 കുട്ടികൾ ഇപ്പോൾ മെജോറിറ്റി അല്ലെങ്കിൽ 1 കുട്ടിയൊക്കെയാണ് വരുന്നത്. അതിൻ്റെ കാരണം നമ്മൾ പലതുമാണ്, പല കാരണങ്ങളും ഉണ്ട്. അതിലൊരു കാരണം അച്ഛനും അമ്മയ്ക്കും 5 മക്കളെ വളർത്തണമെങ്കിൽ അത്യാവശ്യം അവർ സമ്പാദിക്കണം. അല്ലാണ്ട് സമ്പാദ്യം ഇല്ലാണ്ട് 5 മക്കളെ നമുക്ക് വളർത്താൻ സാധിക്കില്ലല്ലോ. പക്ഷെ അതുപോലെ അല്ലാത്ത പാരൻസും ഉണ്ട്. അപ്പം ഞാൻ ഒരു കേസ് മാത്രം പറയാണ്. അച്ഛനും അമ്മയ്ക്കും നല്ല ശമ്പളമുള്ള ജോലികൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ കുട്ടികളെ വളർത്താൻ സാധിക്കുകയുള്ളൂ. അതും ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഇതിന്റെ കൂടെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഞാനിത് കേട്ട് ഉള്ള ഒരു കാര്യമാണ്, ഒരു റിലേറ്റീവ് വഴി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ഫാമിലിയിൽ ഒരു 10-12 പിള്ളേരുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അപ്പോൾ അവരോട് ചോദിക്കും, ഒരു കൃഷിയൊക്കെ ഉള്ള പാരൻസ്, ഫോർ എക്സാമ്പിൾ റബ്ബറും തോട്ടം അങ്ങനെ എന്തോ ആണ് അവരുടെ പാരൻസിൻ്റെ വരുമാനം. അപ്പോൾ അവിടെ ഇവർക്ക് 10-12 പിള്ളേരുണ്ടാവുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ഇത്രയും പിള്ളേര്? ഈ പറയണ പോലെ ഇത്രയും പിള്ളേരെ വളർത്തണ്ടേ, പഠിപ്പിക്കണ്ടേ? ഇവർക്ക് ഫുഡൊക്കെ ലിമിറ്റ്, ഇവർക്കുള്ളത് ഇവർ ഷെയർ ചെയ്ത്, നേരത്തെ മരിയ പറഞ്ഞതുപോലെ ഷെയറിങ് ഒക്കെ പഠിച്ച് അവർ വളർന്നു. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ 10-12 പിള്ളേരെന്ന് പറയുമ്പോൾ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്. പാരൻസ് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ആദ്യത്തെ 1-2 സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ആദ്യത്തെ പിള്ളേരെ ചെറിയ എന്തെങ്കിലും എഡ്യൂക്കേഷൻ, ഫോർ എക്സാമ്പിൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ 10+2 പഠിച്ചിട്ട് അവർക്ക് പറ്റാവുന്ന മാക്സിമം നല്ലൊരു ജോലി അവരെടുക്കുന്നു. പിന്നെ ഈ പാരൻസിൻ്റെ കൂടെ ഈ കുട്ടികളും കൂടി വർക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ആളെ കുറച്ചും കൂടി നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും വർക്ക് ചെയ്ത് വന്ന അവസാനത്തെ ആദ്യത്തെ ആൾ ഇതുപോലെ +2 ലെവൽ എന്തോ ഉള്ളൂ, അവസാനത്തെ ആളെന്ന് പറയുന്നത് ഏകദേശം ഒരു ഡോക്ടർ എഞ്ചിനീയർ ലെവൽ വരെ പോയി. അപ്പോൾ അങ്ങനെ ഈ ഇവരുടെ ഇടയിലുള്ള ഷെയറിങ്ങും ലവും കാരണം പിള്ളേർക്കും നല്ല രീതിയിൽ ജീവിക്കാനും പറ്റും. സർ, ഒരു കാര്യം ചോദിക്കട്ടെ. വളരെ കറക്റ്റാണ് പറഞ്ഞത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് വിചാരിക്കും, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പം നമുക്ക് പിള്ളേർ വേണം, 5, 6, 7 പിള്ളേർ വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളത് പെൺകുട്ടികളെ എല്ലാം അലട്ടുന്ന ഒരു കാര്യം. വിചാരിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഇതെങ്ങനെ ഫേസ് ചെയ്യും, അതൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് ഇതിന് കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ പറ്റുന്ന ആൾ സാർ തന്നെയാണ്. കാരണം സാറിന് 9 മക്കളാണ്. അപ്പോൾ 9 മക്കളുടെ അപ്പനാണ് ഇവിടെ ഇരിക്കുന്നത്. മൂത്ത ആൾ +2-ലാണ്, ഏറ്റവും 9ാമത്തെ ആൾ കുഞ്ഞുവാവയാണ്, 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ സാർ, ഈ ഷെയറിങ്ങിൻ്റെ കാര്യം, അതുപോലെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം, നിങ്ങൾ കാരണം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം, അതിനൊക്കെ കുറിച്ച് സാർ വിശദമായിട്ടൊന്ന് സംസാരിക്കണം. ആൾക്കാർ എന്ത് വിചാരിക്കുന്നു ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, അവൾ എന്നെ സ്നേഹിക്കുന്നു. പീപ്പിൾ ടോക്ക്, വാട്ട് ഡു ദേ ടോക്ക്, ലെറ്റ് ദം ടോക്ക്. നാട്ടുകാരല്ലല്ലോ ചെലവിന് തരുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. എൻ്റെ മാത്രം അധ്വാനം കൊണ്ട് 9 മക്കളുമായിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ മാത്രം അധ്വാനമല്ല. പല കാലഘട്ടങ്ങളിൽ പല രീതികളിലൂടെയുള്ള സൗഹൃദങ്ങളിലൂടെ വളർന്നു വന്ന എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കളൊക്കെ മക്കളെ വളർത്താൻ എനിക്ക് ചിലവിന് തരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോൾ എന്താണ്, ഒരു കളർ പെൻസിൽ പിള്ളേർക്ക് മേടിക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസമായിരിക്കും. എൻ്റെ ഫ്രണ്ട് ഞാൻ കുറച്ച് കാലം എബ്രോഡ് വർക്ക് ചെയ്തിരുന്നു. ന്യൂസിലൻഡിൽ നിന്ന് വിനു സിജിനും കൂടി വരും. എന്നിട്ട് എൻ്റെ പിള്ളേർക്ക് കളർ പെൻസിൽ കൊടുക്കും. അത് വിനു സിജിൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. സിംബോളിക്കായിട്ട് നമുക്കത് അങ്ങനെ ചിന്തിക്കാം.
ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണാൽ ആ കുഞ്ഞ് ജനിച്ച് വളർന്ന് മരിക്കുന്നോടം വരെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കാൾ ഉപരി ഒരു ജ്ഞാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ആഷ്ലി ചോദിച്ചൊരു ചോദ്യം ശരിയാണ്. ഇപ്പോൾ ഇങ്ങനെ പിള്ളേരുണ്ടായി കഴിയുമ്പോൾ നാട്ടുകാരെന്ത് പറയും? അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 2 ആഴ്ച മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി 43 വയസ്സ്, UK ആളാണ്. 43-ാമത്തെ വയസ്സ് പ്രഗ്നൻ്റായി. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പനാകെ വിഷമമായി. അപ്പം വെറും നാണം കെട്ടിട്ട് ഇനി എങ്ങനെ പുറത്തിറങ്ങുന്നത്? ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, മകൾ പ്രഗ്നൻ്റ് ആയെന്ന് കരുതി അപ്പന് നാണം കെട്ടേണ്ട ആവശ്യമുണ്ടോ? 43-ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആകുന്നത് അതിന് അർത്ഥം എന്താണെന്നറിയാമോ? ആ ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നു എന്നാണ്. ദാറ്റ് ഗൈ ഈസ് റിയലി റൊമാൻറ്റിക്. ആ റൊമാൻസിന് കിട്ടിയ ഒരു സമ്മാനമാണ് ഈ കുഞ്ഞെന്ന് പറയുന്നത്. ഇനി കുഞ്ഞ് വേണ്ടെന്നല്ലേ പറയുന്നുള്ളൂ, റൊമാൻസ് വേണ്ടെന്ന് ആരും വെക്കുന്നില്ലല്ലോ. 8ാം ക്ലാസ് തൊട്ട് തുടങ്ങിയില്ലേ ചാറ്റിങ്ങും ഡേറ്റിങ്ങും സിറ്റുവേഷൻഷിപ്പും ബെഞ്ചിങ്ങും പിന്നെ വേറെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ കുഞ്ഞുണ്ടാകുമ്പോഴേ പ്രശ്നമുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു സ്നേഹത്തിൻ്റെ ഒരു സർട്ടിഫിക്കേഷനും കൂടെയാണ് ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രശ്നങ്ങളൊന്നുമില്ല, കുഞ്ഞുങ്ങളൊക്കെ വളരും, അതങ്ങനെ അങ്ങ് പൊക്കോളും. 10-15 വർഷം മുമ്പ് ഇങ്ങനെ ഒരു വീട്ടിൽ 10-12 പിള്ളേരുണ്ട്. അവരൊന്നും പട്ടിണി വന്ന് മരിച്ചിട്ടൊന്നുമില്ല. അവരൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർമാരും കളക്ടർമാരൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കോൺവെൻറ്റിൽ ഇപ്പോൾ ഈ കോളേജിലെ സിസ്റ്റേഴ്സിനെ ഒരു 4-5 പേരെ വിളിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ വീട്ടിൽ 6 ഞങ്ങളുടെ വീട്ടിൽ 8 എന്നൊക്കെ അവർ പറയും. അങ്ങനെ കേട്ടിട്ടില്ലേ സിസ്റ്ററെ? അല്ലേ? അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല. എന്നിരുന്നാൽ തന്നെയും മാറി നിന്ന് എന്താണ് സിസ്റ്ററിൻ്റെ അഭിപ്രായം ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ? ഞങ്ങൾ ഭൂമിയിലേക്ക് സിസ്റ്റേഴ്സ് ആയിട്ടല്ല ജനിച്ചു വീഴുന്നത്, കുഞ്ഞുങ്ങളായിട്ട് വളർന്നിട്ട് തന്നെയാണ് ഞങ്ങളും ഓരോ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് വളർന്നു വരുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലെ സംബന്ധിച്ച് ഞാൻ 3 മക്കളാണ്. ഇപ്പം ഞങ്ങളുടെ മഠത്തിലുള്ളവരെ നോക്കുമ്പോൾ പ്രായവരെ സംബന്ധിച്ച് അവർ 11 മക്കളുള്ള കുടുംബങ്ങളിൽ നിന്നുണ്ട്. അതിലും കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അണുകുടുംബങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ദൈവവിളികൾ വരുന്നത്. കുടുംബങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളുണ്ടായാലാണ് അത് വിവാഹ ജീവിതത്തിലേക്കായാലും സന്യാസ ജീവിതത്തിലേക്കായാലും വൈദിക ജീവിതാന്തസ്സിലേക്കായാലും മറ്റേത് ജീവിതാന്തസ്സിലേക്കായാലും കുഞ്ഞുങ്ങളെ ഇല്ലാതെ ഒരു ജീവിതാന്തസ്സിനും നിലനിൽപ്പില്ല. നമ്മൾ ഈ കോളേജിൽ പഠിക്കണമെങ്കിലും നമ്മൾ ആകുന്ന ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നാലാണ് ഇങ്ങനൊരു കോളേജിൽ വരാനും ഇവിടെ പഠിക്കാനും നമുക്ക് അവസരമുള്ളൂ. അപ്പം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജനിക്കാനായിട്ടൊരു അവസരം തന്നു. അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഇനി നമ്മൾ ഇത്രമാത്രം അറിവോടുകൂടി പഠിച്ച് വളരുമ്പോൾ നമ്മളും ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ, പുതിയ തലമുറയ്ക്ക് വളരാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കണം. നമുക്ക് അത്രമാത്രം അറിവും അത്രമാത്രം ദൈവാനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകുമ്പോൾ ആ ഒരു ജീവൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണം. അത് നമുക്ക് എത്രമാത്രം നമ്മൾ ഒട്ടും ജോലി ഇല്ലാത്തവരാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ അതിനെ വളർത്താനുള്ള കൃപ ദൈവം നമുക്ക് ആരിലൂടെയെങ്കിലും നമ്മുടെ ചുറ്റുള്ള സഹോദരങ്ങളോടെയൊക്കെ നമുക്ക് നൽകും. അതിന് നമുക്ക് നല്ല പഠിപ്പ് വേണമെന്നോ ജോലി വേണമെന്നോ ഇല്ല. അത് ദൈവകൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും കുഞ്ഞിനെ വളർത്തുന്നതും. വചനം പറയുന്നുണ്ട്, ഞാൻ നട്ടു അപ്പോളോസ് വളർത്തി, എന്നാൽ ദൈവമാണ് പരിപാലിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞൊരു കാര്യം വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരും സിസ്റ്റർമാരായിട്ട് ജനിച്ചു വീഴുന്നതല്ല. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സിസ്റ്ററിനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടല്ല. ചിലരെങ്കിലും ചിന്തിക്കും സിസ്റ്റർമാരെ കെട്ടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ യുക്തിവാദികളുടെ കാലഘട്ടമാണ്. അവർക്ക് വേണ്ടി ഞാനെങ്കിൽ ചോദിച്ചു എന്നുള്ളൂ. ഉചിതമായൊരു മറുപടിയാണ് സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ ചിലപ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് മാറും. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ കുറുമ്പ് കാണിച്ച് കുസൃതി കാണിച്ച് അപ്പൻ്റെ അമ്മയുടെയും കണ്ണ് വെട്ടിച്ച് മാതാപിതാക്കളെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നേ വളരെ എളുപ്പമാണ്. ഇന്ന് നിങ്ങൾക്ക് എത്ര എളുപ്പമാണ് അല്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ കുഞ്ഞു കുസൃതികളൊക്കെ കാണിച്ചൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ ചേർത്ത് വിളിച്ചിരുത്തി കോൺവെൻറ്റിൻ്റെ പാർലറിൽ കൊണ്ടുവന്നിരുത്തി സ്നേഹം തന്ന് വട്ടയപ്പം മുറിച്ച് തന്ന് അങ്ങനെയൊക്കെ ഒത്തിരി സിസ്റ്റർമാരെ എനിക്കറിയാം. FCCയിലെ ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരു സിസ്റ്റർ റീമ ഉണ്ടായിരുന്നു, സിസ്റ്റർ ട്രിൻസ് ഉണ്ടായിരുന്നു, ഹോളി ഫാമിലി സിസ്റ്റർ അൻസപ്പോൾ ഉണ്ടായിരുന്നു. പലരും മരിച്ചുപോയി. പക്ഷേ എന്നെ മാത്രമല്ല അവർ ചേർത്ത് പിടിച്ചത്, ഒരുപാട് പേരെ, ആ നാട്ടിൽ ഒരുപാട് പേരെ. അങ്ങനെ ഇന്ത്യയിൽ ഒത്തിരി പേരെ ചേർത്ത് പിടിച്ചൊരു വലിയൊരു അമ്മയുണ്ട്, മദർ തെരേസ. അപ്പോൾ മക്കൾ ശാരീരികമായിട്ട് മാത്രമല്ല
ജനിക്കുക, അല്ലാതെയും ജനിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇന്നലെ ഒരു കോളേജിൽ ഇതുപോലെ ഒരു ടോക്ക് ഷോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞു കുഞ്ഞുങ്ങൾ വേണോ വേണ്ടെന്നൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. കാരണം വേണമെന്ന് വെച്ചാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത് ആരുടെയും ചോയ്സ് ഒന്നുമല്ല. കയ്യിലുള്ള പൈസയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കാൻ പറ്റുന്ന സാധനമല്ലത്. ഈ പറയുന്ന ക്രോമസോമുകളൊക്കെ അങ്ങനെ സൃഷ്ടിച്ചിട്ട് അങ്ങനെ സംഭവിക്കുന്നല്ലത്. ദൈവം തന്നാലേ അത് ഉണ്ടാവുകയുള്ളൂ. ദൈവം തരുന്നതിനെ വേണ്ടാന്ന് വെക്കാനുള്ള ചോയ്സ് ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. സർ, നമ്മുടെ ഈ ചർച്ച ശരിക്കും ഞാൻ സെൻറ് ജോസഫ്സിലോട്ട് വന്നപ്പോൾ വിചാരിച്ചത് വളരെ വാശിയേറിയ, ചൂടേറിയ, അതായത് എല്ലാവരും ഇതിനെ എതിർത്ത് പറയുന്ന, ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുന്നതാണ്. പക്ഷേ ജോസഫൈറ്റ്സ് എല്ലാം ജീവനോട് തുറവിയുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു ഒരു പരിധി വരെ, അല്ല അല്ലേ? ആക്ച്വലി എനിക്ക് തോന്നുന്നത് തുറവിയുള്ളവരാണെങ്കിൽ ഇവർ നേരത്തെ വിവാഹം കഴിച്ച് ധാരാളം മക്കളെ സ്വീകരിക്കും. ഇതിപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയാണോ? അങ്ങനെയല്ലല്ലോ അല്ലേ? ഇന്നത്തെ സെയിൻറ് ജോസഫ്സിലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ചുള്ള ചർച്ച സമയപരിമിതി കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തേക്കൊന്ന് നിർത്തിവെക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് വാശിയേറിയ സംവാദങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. നമ്മുടെ ആശയങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ നിലപാടുകളൊക്കെ പറയാം. അപ്പം അടുത്ത ഇതിൻ്റെ ബാക്കി എപ്പിസോഡുമായിട്ട് ക്യാമ്പസ് വിഷൻ നിങ്ങൾക്ക് മുൻപിലെത്തും. നന്ദി. ദൈവത്തിന് മഹത്വം. ഗാർഹിക സഭയുടെ പ്രവാചികയായ, കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യായുടെ കാരിസവും ചൈതന്യവും സ്വന്തമാക്കിക്കൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കി മൂല്യാധിഷ്ഠിതമായ കുടുംബങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ആഗ്രഹത്തോടു കൂടെയാണ് ഇരിഞ്ഞാലക്കുടയിൽ സെന്റ് ജോസഫ്സ് കോളേജ് രൂപം കൊണ്ടത്. ദൈവാനുഗ്രഹത്താൽ 62 വർഷങ്ങൾ പിന്നിടുമ്പോൾ സെന്റ് ജോസഫ്സ് കലാലയം വിജ്ഞാന വഴികളിലും ശാസ്ത്രത്തിന്റെ രംഗത്തും കലാകായിക രാഷ്ട്രീയ മേഖലകളിലും ആത്മീയമായ മേഖലയിലും ഒരുപാട് പ്രതിഭകളെയും സുഹൃതിനികളെയും സംഭാവന ചെയ്യാൻ സെന്റ് ജോസഫ്സ് കലാലയത്തിന് സാധിച്ചിട്ടുണ്ട്. കൂട്ടായ്മയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കൂടപ്പിറപ്പ് സ്നേഹം സ്വന്തമാക്കി സ്വന്തം കുടുംബത്തിൽ മാത്രമല്ല തങ്ങളായിരിക്കുന്ന ശുശ്രൂഷാ വേദികളിലും ക്ലാസ് മുറികളിലും ഈ ക്യാമ്പസിലും ജീവിക്കാൻ സാധ്യമാക്കുമെന്ന് തെളിയിക്കുകയാണ് സെന്റ് ജോസഫ്സ് കലാലയത്തിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും.